ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. അപ്പോൾ നമ്മുടെ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാനെത്തിയ ഷിബിന എന്നൊരു കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷിബിന പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ആശ്ചര്യപ്പെടുത്തുന്നത് കേട്ടോ. അത് പറയാതെ വയ്യ. ഷിബിന എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു മോഡലാണ്. പക്ഷേ ഷിബിന തൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചെറിയ പ്രായത്തിൽ കണ്ണാടി നോക്കാൻ പോലും തനിക്ക് പേടിയായിരുന്നു എന്നായിരുന്നു ഷിബിന പറയുന്നത്. അതായത് ഏതാണ്ട് ഒരു 16, 17, 18 വയസ്സൊക്കെ ഉള്ള സമയത്ത് തനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. കാരണം താൻ ഭയങ്കര അഗ്ലി ആണെന്നൊരു തോന്നൽ ആ സമയത്ത് ഷിബിനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഷിബിന പറഞ്ഞിരുന്നേ, തൻ്റെ കൂടെയുള്ള ഫെയർ ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സിന് ഇടയിൽ നിൽക്കുമ്പം പോലും തനിക്ക് ഭയങ്കര ആംഗ്ലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നത്. ഫോട്ടോ എടുക്കാൻ പോലും മടി തോന്നിയിരുന്ന ഒരു കാലം. ഇവിടെ എനിക്ക് ഷിബിന പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രം എനിക്ക് യോജിപ്പ് തോന്നിയിട്ടില്ല കേട്ടോ. ഷിബിനയോടല്ല, ഷിബിനയുടെ ആ ഒരു ചിന്തയോടാണ് കേട്ടോ. പിന്നീട് ഷിബിന പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രൗൺ സ്കിൻ ഗേൾ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ എത്താൻ തനിക്ക് കഴിയുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് എന്നാണ് കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ നിറം എന്താണെന്നുള്ളത് ഒരിക്കലും നമ്മുടെ കഴിവിൻ്റെ ഒരു പരിധിയാകാൻ പാടില്ല എന്നാണ് ഇവർ ഷിബിന സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഷിബിന പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഋതിക് റോഷനൊപ്പം അടക്കമുള്ള ഒരു പരസ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ കണ്ണാടിയിൽ പോലും നോക്കാൻ പോലും പേടിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി ഇന്ന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നു എന്നത് തന്നെ വലിയൊരു മാറ്റമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു നിറത്തിൻ്റെ ബേസിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇന്ത്യയിൽ നിറത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നില്ല. ചില സ്ഥലങ്ങളിൽ അത്തരം വിവേചനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇടയിൽ പോലും ഉണ്ട്. ഇന്ത്യ മുഴുവനായി അങ്ങനെ ഒരു രാജ്യമാണെന്ന് കാണാനും പറ്റത്തില്ല കേട്ടോ. കാരണം ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടേത്. നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വേറെ രീതിയിലാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ വേറെ രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാം, സെൻട്രൽ ഇന്ത്യയിൽ വേറെ, സൗത്ത് ഇന്ത്യയിൽ വേറെ, ആ രീതിയിലൊക്കെയാണ് ആൾക്കാർ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടതൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ. നമ്മൾ പിന്നെ ആഗ്ലിയാണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസോടെ ജീവിക്കാൻ കഴിയുക? അതാണ് ഇവിടെയും ഫസ്റ്റ് ടൈമിലൊക്കെ ഷിബിനയ്ക്ക് സംഭവിച്ചത് കേട്ടോ. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാളുടെ കണ്ണിൽ കാണുന്നതാണ്. ചിലപ്പോൾ നമുക്കൊരാളെ കാണുമ്പോൾ അവർ ഭയങ്കര സുന്ദരനോ സുന്ദരിയൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന അതേ ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയൊന്നും വരില്ല. അത് അവരുടെയൊക്കെ കാഴ്ചപ്പാട്. അപ്പോൾ നിറം മാത്രമാണ് ഇങ്ങനെ ഒരു സൗന്ദര്യത്തിന് മാനദണ്ഡം ആകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. വെളുത്ത നിറം മാത്രമാണ് യഥാർത്ഥ സൗന്ദര്യം എന്നുള്ളൊരു മിഥ്യാധാരണ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് എവിടെയൊക്കെ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഷിബിന ഈ ഒരു ഷോയിലേക്ക് വന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ബിഗ് ബോസിനകത്ത് തന്നെ പലതരത്തിലുള്ള മനുഷ്യർ വന്നിട്ടുണ്ട്, പല നിറത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്, പല രൂപത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ ബ്രൗൺ സ്കിൻ എന്നോ ബ്ലാക്ക് സ്കിൻ എന്നോ വൈറ്റ് സ്കിൻ എന്നോ ഒന്നുമില്ല കേട്ടോ. അവിടെ കഴിവാണ് അവരവിടെ തെളിച്ചിട്ട് പോയിരിക്കുന്നത്. നമ്മൾ എങ്ങനെ കളിക്കുന്നു, നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മുടെ കഴിവ് എന്താണ്, അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിറത്തിൻ്റെയൊക്കെ പേരിൽ ആളുകളെ വേർതിരിക്കുന്ന ചില അമ്മായിമാരൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ അത് നിഷേധിക്കാൻ പറ്റില്ല, അത് അവരുടെ ക്യാരക്ടർ ആണല്ലോ. പക്ഷേ ഒരുവിധം നമ്മുടെ സമൂഹമൊക്കെ അത് മാറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും തന്നെ സ്വന്തം നിറത്തെക്കുറിച്ചൊരു അപഹർഷതാബോധം വെക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ നിറം എന്തായാലും നമ്മളെ ആളുകൾ അംഗീകരിക്കുക, അതാണ് ആദ്യം വേണ്ടത്. വെളുപ്പ് മാത്രമാണ് സൗന്ദര്യം എന്ന് പറയുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. പ്രകാശം ഇല്ലാതായാൽ എല്ലാവർക്കും ഒരേ നിറം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഷിബിനയുടെ ഈ ഒരു യാത്രയിൽ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ആത്മവിശ്വാസം ഗെയിമിലും ഷിബിന കാണിക്കുമോ എന്നതാണ് കേട്ടോ. അഗ്നിപരീക്ഷയിൽ ഷിബിന എങ്ങനെയാണ് കളിക്കുന്നത്, എത്രത്തോളം ശക്തമായി മുന്നോട്ട് വരുന്നു എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.